ജാമ്യവ്യവസ്ഥ ലംഘിച്ചിറങ്ങി രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഈ 48 മണിക്കൂർ പോലീസിന്റെ കൺവെട്ടത്ത് മറയാതെ അല്ലെങ്കിൽ കണ്ണിൽപ്പെടാതെ, പോലീസ് മാത്രമാണ്, നാട്ടുകാരും അവിടെയൊക്കെ ഉണ്ടായിരുന്നു, ആരുടെയും കണ്ണിൽ മറയാതെ ഇയാൾ എവിടെയെങ്കിലും ഇരുന്നെങ്കിൽ അയാൾ കൊടും കുറ്റവാളിയും സമർത്ഥനമാണ്, തർക്കമാക്കാരുത്തില്ല. പക്ഷേ നേരത്തെ ഉള്ളൊരു ലൈവിൽ നിഖിൽ തന്നെ പറഞ്ഞത് ഇയാൾക്ക് വിശപ്പിന് അസുഖമുള്ള ആളാണെന്നാണ്. പക്ഷേ അപ്പോൾ കഴിഞ്ഞ തവണ ഈ വിശപ്പിന് അസുഖം കൊണ്ട് വീട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് പിടിയിലായത്. ഇക്കുറിയും അങ്ങനെ ഇറങ്ങിയാൽ പിടിയിലാകും എന്നൊരു ബോധം അയാൾക്കില്ലാതെ പോയി. നിഖിൽ അക്കാര്യത്തിൽ മാത്രം ബുദ്ധി വർക്കായില്ല. തീർച്ചയായിട്ടും അഷ്മി, ഇയാളെ ഇത്തവണയും കുരുക്കിയത് ഇയാളുടെ ഈ വിശപ്പ് സഹിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇത്തവണയും അയാളെ കുരുക്കിയത്. എന്തായാലും പോലീസിന് അതുകൊണ്ട് തന്നെ അധിക ദൂരം, അതായത് ഈ പ്രതി കറങ്ങി നടന്ന മേഖലകളിലൊന്നും തന്നെ അവിടെ നിന്നൊന്നും അല്ല ഇയാളെ പിടികൂടിയത്. ആ ഭാഗത്ത് നിന്ന് തിരികെ വിശന്നപ്പോൾ ഇയാളുടെ തറവാട്ട് വീട്ടിലേക്ക് ഇയാൾ എത്തുന്നു. അവിടെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പോലീസിന്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു. 7 പേര് ആ വീടിന്റെ വിവിധ ഇടങ്ങളിൽ വിന്യസിച്ചിരുന്നു. അതേ സംഘമാണ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ പ്രതി ഈ ജയിലിനകത്ത് സെല്ലിനകത്താണുള്ളത്. നമുക്കൊരു നിഴൽ പോലെ ആ പ്രതിയെ കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഗേറ്റിന് ഇപ്പുറത്ത് ഇപ്പോഴും ആളുകളുടെ പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ ഒരു നിലയ്ക്കും ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. ആളുകൾ പറയുന്നു, ഞങ്ങൾക്ക് ആ പ്രതിയെ കാണണം, ഞങ്ങൾക്ക് ആ പ്രതിയെ വിട്ടു നൽകണം എന്നുള്ള ആവശ്യമാണ്. അതിലൊരു പ്രശ്നം, നിഖിൽ, പോലീസിന് നിയമവ്യവസ്ഥ നോക്കിയേ മതിയാവുകയുള്ളൂ. പോലീസിന് ഏതെങ്കിലും തരത്തിൽ ആൾക്കൂട്ടത്തിന്റെ നീതി നടപ്പാക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ നാട്ടിൽ നിയമ വ്യവസ്ഥയുള്ള സംവിധാനമാണ്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ ആൾക്കൂട്ടത്തിന്റെ നീതി നടപ്പാക്കാൻ കഴിയില്ല. പലർക്കും ആഗ്രഹമുണ്ടാകാം അയാളെ അങ്ങ് അടിച്ചു കൊന്നാലെന്താ എന്ന ആഗ്രഹമുണ്ടാകും. പക്ഷേ അത് നടപ്പാവില്ല. നമ്മൾ നിയമവ്യവസ്ഥയുള്ള നാടാണ്. അത്രയും ആൾക്കൂട്ടം അവിടെയുണ്ട്. ആൾക്കൂട്ടം ഗേറ്റ് പൊളിച്ചകത്തേക്ക് വരാനുള്ള ശ്രമങ്ങൾ അവർ നടത്തി. പോലീസ് വലിയ പ്രകോപനം അവിടെ ഉണ്ടായി. തൽക്കാലം ഇപ്പോൾ ആ രംഗം അവരെ പറഞ്ഞു മനസ്സിലാക്കിയ സ്ഥിതി ഇപ്പോൾ SP ആവശ്യപ്പെടുന്നുണ്ട്. നാട്ടുകാർ ഇപ്പോൾ നിയമ നടപടികളുമായി സഹകരിക്കണമെന്ന് SP അഭ്യർത്ഥിക്കുന്നുണ്ട്. നാട്ടുകാരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പോലീസിന് കഴിയുന്നുണ്ടോ നിഖിൽ? കാശ്മീർ ഇതിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആളുകൾ വളരെ അതിവൈകാരികമായിട്ടാണ് പെരുമാറുന്നത്. ഇപ്പോൾ തന്നെ നോക്കൂ, ഈ ഗേറ്റ് ഇവിടെ നിന്ന് എടുത്തു മാറ്റുകയാണ് ഒരു വിഭാഗം ആളുകൾ. ഇപ്പോഴും അവർ ആ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. നമ്മുടെ 2 ക്യാമറകളുണ്ട് ഈ സെല്ലിനോട് അഭിമുഖമായി. നമുക്ക് അവിടെ 2 ദൃശ്യങ്ങൾ ആവശ്യമില്ല. നമുക്ക് ഈ ഗേറ്റിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ ഇപ്പോഴും ആളുകൾ ആ പ്രതിഷേധം അവസാനിപ്പിച്ച് പിരിയാൻ അവർ തയ്യാറല്ല. അവരിങ്ങനെ തുടരുകയാണ്. പക്ഷേ ഇനി ആളുകൾ ചെയ്യേണ്ടത് നിയമത്തിന്റെ വഴിക്ക് പോകാൻ അനുവദിക്കുക. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരുപാട് നടപടികൾ ഇക്കാര്യങ്ങളിൽ ഇനി പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ആ ഗേറ്റ് അവിടെ നിന്ന് എടുത്ത് നീക്കുകയാണ്. ഹാഷ്മി, എന്താണ് ആളുകൾ കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവർ നന്നായി ഇതിനോട് സഹകരിച്ച ആളുകളാണ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇന്നലെ രാത്രി മുഴുവൻ അവിടുത്തെ അമ്മമാർക്ക് സഹോദരിമാർക്കെല്ലാം കാവലിരുന്നവരാണ്. അവരിനി അവസാന നിമിഷം ഈ വൈകാരികത കൊണ്ടല്ല അവർ പെരുമാറേണ്ടത്. നമ്മൾ വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുകയാണ്. വിവേകപൂർവ്വം അവർ ഇടപെടേണ്ട ഒരു സമയമാണിത്. ഈ പ്രതി പിടിയിലായിരിക്കുന്നു. നാടിന്റെ നേതാക്കളില്ലേ, അവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളില്ലേ, അവരുടെ നേതാക്കളില്ലേ, അവർ പറഞ്ഞൊക്കെ കേൾക്കാവുന്ന ജനത്തിനിടയിൽ നിൽക്കുന്ന മനുഷ്യന്മാരില്ലേ, ഇവരോട് സംസാരിക്കാൻ ആരുമില്ലേ നിഖിൽ അവിടെ? അല്ലെങ്കിൽ സമാധാനത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ അറിയാവുന്ന ഒരു പോലീസുകാരനെങ്കിലും അവിടെ ഉണ്ടോ? അല്ല, ഗേറ്റ് ശരിയാക്കുക, അല്ലെങ്കിൽ ഗേറ്റ് ഇളക്കി മാറ്റിയാലോ? ഗേറ്റ് ശരിയാക്കുക നാട്ടുകാരുടെ സഹായത്തോടെ. നന്നായി ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ഈ ഗേറ്റ് നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് നടത്തുന്നത്. അതിനിടയിലും ചില ആളുകൾ ഇങ്ങനെ പ്രകോപനം ഉണ്ടാക്കി വരുന്നുണ്ട്. നമുക്ക് അത് കാണാൻ കഴിയും. ഒരു ഭാഗത്ത് പോലീസിനെ സഹായിച്ചുകൊണ്ട് ഈ ഗേറ്റ് ശരിയാക്കാൻ കുറച്ച് പേർ ശ്രമിക്കുമ്പോൾ ചിലർ പ്രകോപനമായി വീണ്ടും ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നേരത്തെ മുരളീധരൻ സാർ വിശദീകരിച്ചതുപോലെ തന്നെ പോലീസിന് ഇതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി പൂർത്തിയാക്കാനുള്ളത് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം. ആദ്യം ഇയാളുടെ ആരോഗ്യനില ഒന്ന് സ്റ്റേബിൾ ആകണം. അതായത് ഈ പ്രതി പോലീസുമായി സംസാരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെടണം. അതിന് ആദ്യം അയാളെ ഭക്ഷണം കഴിപ്പിക്കണം. എന്തായാലും ഇപ്പോൾ നെന്മാറ താലൂക്ക് ആശുപത്രിയിൽ എത്തി വൈദ്യ പരിശോധന നടത്തിയപ്പോൾ ഇയാൾക്ക് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല. BP നോർമലാണ്. പോലീസ് പറയുന്നത് പോലെ അത്ര അവശതയുണ്ടെന്ന് അയാളുടെ കാഴ്ചയിൽ തോന്നുന്നുണ്ടോ? അയാൾ വന്ന് നിൽക്കുന്നുണ്ട്. അയാളുടെ മുഖത്ത് യാതൊരു ക്ഷീണവും നമുക്ക് പ്രകടമായി കാണാനില്ല. അയാൾ അവിടെ നിൽക്കുന്നുണ്ട്, അയാൾ ഇരിക്കുന്നുണ്ട്. അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അതിഭീകരമായ ക്ഷീണമാണെന്ന് കാഴ്ചയിൽ തോന്നുന്നുണ്ടോ നിഖിൽ? ഒരിക്കലുമില്ല അഷ്മി. ഞാൻ നേരിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ പ്രതിയെ കണ്ടു.
ഒരു ക്ഷീണവും അയാളിൽ അനുഭവപ്പെടുന്നില്ല. പക്ഷേ ആന്തരികമായിട്ട് ഒരു പക്ഷേ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ ആ പ്രതിയുടെ മുഖത്ത് ലെവലേശം കുറ്റബോധം അനുഭവപ്പെടുന്നില്ല, വിശപ്പ് അനുഭവപ്പെടുന്നില്ല, നിസ്സഹായത അനുഭവപ്പെടുന്നില്ല. തന്നെയാണ് ഈ കേരളം കഴിഞ്ഞ 48 മണിക്കൂറോളമായി അല്ലെങ്കിൽ 2 രാത്രിയും 2 പകലുമായി തേടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് എന്നുള്ള തോന്നലില്ല. അങ്ങനെയുള്ള ഒരു ഭാവ വ്യത്യാസവും പ്രതിയുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയില്ല. നിസ്സംഗമായി ഇങ്ങനെ നിൽക്കുകയാണ് പ്രതി. എന്തായാലും ഇയാൾ സ്വമേധയാ വന്നു കയറിയതല്ല, അതായത് കീഴടങ്ങിയതല്ല എന്ന് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിയപ്പോൾ ഈ പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഒരു തരത്തിലുള്ള പ്രകോപനവും പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. പ്രതി അതിനോട് വിയോജിക്കുകയോ ഏതെങ്കിലും ഒരു മൽപ്പിടുത്തത്തിലേക്ക് കാര്യങ്ങൾ പോവുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും ഈ പിടികൂടിയ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുമുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ കടക്കേണ്ടത് പ്രതിക്ക് ഭക്ഷണം വാങ്ങി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന ഈ പ്രതി ഇത് പൂർത്തിയാക്കിയ ശേഷം ഒരുപക്ഷെ ജില്ലാ പോലീസ് മേധാവി ഇവിടേക്ക് എത്തും. നാളെ ജില്ലാ പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട ഈ ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. അതിനുശേഷമുള്ള തുടർ നടപടികളുണ്ട്. തെളിവെടുപ്പ് ഒരു കുഴപ്പമില്ല, അയാൾക്ക് ഒരു ക്ഷീണവുമില്ല. അതാ സെല്ലിനകത്ത് കിടക്കുന്ന ഈ പറയുന്ന ചെന്താമര എന്ന് പറയുന്ന കൊടും കുറ്റവാളിയെ വീണ്ടും നമ്മൾ കാണുകയാണ്. അവൾ പോലീസുകാരുടെ കൈയൊക്കെ പൊക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അയാളുടെ മുഖത്ത് ഏതെങ്കിലും തരത്തിൽ കുറ്റബോധത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിൽ പശ്ചാത്താപത്തിൻ്റെയോ ചെയ്ത കൊടുമ്പാതകത്തിൻ്റെ എന്തെങ്കിലും അയാളുടെ മുഖത്തുണ്ടോ എന്ന് നോക്കിയില്ല. ആ മുഖത്ത് ഒരു കൂസലില്ലായ്മ തന്നെയാണ്. കാര്യങ്ങൾ പറയുന്നതിലൊക്കെ ഈ പറയുന്ന വാശി, ഈ പറയുന്ന ധാർഷ്ട്യം, ആ പറയുന്ന വൈരാഗ്യം, ആ കൂസലില്ലായ്മ തന്നെയാണ് അയാളുടെ മുഖത്ത് ആദ്യം മുതൽ തന്നെ പ്രകടമാവുന്നത്. എത്രത്തോളം കോൾഡ് ബ്ലഡ് ആകാമോ, എത്രത്തോളം കട്ട് ത്രോട്ട് ക്രിമിനൽ ആകാമോ അത്രത്തോളം ക്രിമിനലാണ് അയാൾ കൊടും കുറ്റവാളിയാണ് അയാൾ നരാധമനാണ്. അയാൾ പുറത്തിറങ്ങിയാൽ ഇനിയും കൂടുതൽ മനുഷ്യരുടെ ജീവൻ വടിവാളിൽ തീർക്കാൻ കെൽപ്പുള്ള ഒരു കുറ്റവാളിയാണ്. അയാൾ പുറത്തിറങ്ങാതിരിക്കേണ്ടത് പോലീസിൻ്റെയും നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണോ, അത് കൊലപാതകത്തിൻ്റെ രീതികൾ വിശദീകരിക്കുകയാണോ, അതോ ഒളിച്ചിരുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു 50 മണിക്കൂറോളം പോലീസിൻ്റെ ഈ പറയുന്ന പോലീസ് സംവിധാനങ്ങൾ മുഴുവൻ അരിച്ചു പറക്കുമ്പോഴും എല്ലാ സംവിധാനങ്ങളും പോലീസ് നായൊക്കെ ഇറങ്ങിയപ്പോഴും അയാൾക്ക് എവിടെയോ ഭദ്രമായി ഒളിച്ചിരിക്കാൻ കഴിഞ്ഞു. അയാളുടെ വയറ് വിശന്നതുകൊണ്ട് മാത്രം അയാൾ വീട്ടിലേക്ക് ഇറങ്ങി വന്നു. അതല്ലാതെ ഭക്ഷണം കഴിക്കാൻ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ ആ കുറ്റകൃത്യ സാമർത്ഥ്യം ഉപയോഗിച്ചുകൊണ്ട് ഒളിച്ചിരിക്കുമെന്ന് എന്താണ് ഉറപ്പ്? എന്തായാലും അയാൾ പിടിയിലായിരിക്കുന്നു. ഇത് കേരളം കാത്തിരുന്ന വാർത്തയാണ്. കാര്യം അഖില എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കണ്ട് നമ്മൾ ഉള്ളിലെങ്കിലും കരയാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അത്രത്തോളം അങ്ങേയറ്റം ഹതാശമായ, അങ്ങേയറ്റം നിരാശമായ 5 വർഷം മുൻപ് അമ്മയും 5 വർഷങ്ങൾക്കിപ്പുറം അതേ വീട്ടിൽ അതേ കൊലയാളിയാൽ ഏതാണ്ട് അതേ രീതിയിലുള്ള ആയുധം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം അച്ഛൻ്റെ അമ്മയും കൂടി കൊല്ലപ്പെട്ട് കിടക്കുന്ന കാഴ്ച കാണേണ്ടി വരുന്ന ഒരു കൗമാരക്കാരി, അധികം പ്രായമൊന്നുമില്ലാത്തൊരു കൗമാരക്കാരിയായ പെൺകുട്ടിയാണ്. ഈ പ്രായത്തിൽ കളിച്ചിരിച്ചു നടക്കേണ്ട, അല്ലെങ്കിൽ മനസ്സിൽ സന്തോഷം മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു പ്രായത്തിൽ ദുരന്തങ്ങൾ മാത്രം കാണുന്ന ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ ഞങ്ങൾക്കിനി ആരാ ഉള്ളേ എന്നുള്ള കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അത് ഹൃദയമലിയാത്തവരാരുമില്ല. അവരൊക്കെയും ഈ രാത്രി ഈ കാഴ്ചയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നവരാണ്. നാട്ടുകാർ പിന്നെയും പ്രശ്നമാവുകയാണെന്ന് തോന്നുന്നു അവിടെ.